ഞാൻ നിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, അവർ ചെയ്ത കാര്യം പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് കുറേ നാളായില്ലേ എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തൽ നമ്മൾ കൂടുതൽ, കുറേ നാളായി ഞാൻ സഹിക്കണം. ഉള്ള കാര്യം പറയുമ്പോൾ കിടന്ന് തുള്ളിട്ടല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ വീട്ടുകാരാ അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എന്ത് കാര്യം പറഞ്ഞാലും അപ്പം തന്നെ തുള്ളിച്ചാടി അങ്ങ് പൊക്കോളും. പറയണ കാര്യം മനസ്സിലാക്കല്ല. എടീ ഒരു ചായ എടുത്തുന്നടി. ഡേ കലിപ്പിലാണല്ലോ. എടേ ഒരു ചായ എടുത്തുന്നടി. എന്തോ നേരെ ചോദിക്കുന്നു. എടി ഒരു ചായ എടുത്തുന്നില്ല. എന്തോരം നേരെ ചോദിക്കുന്നു. ഇത്രയ്ക്ക് വാശിയോ? ഡേ ഇത്രയ്ക്ക് വാശിയോ? അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. നിന്നെ ശരിയാക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. വഴിയുണ്ട്. അടഞ്ഞവിടെ. അതെ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? നീ നിൻ്റെ അനിയനെ കൊണ്ട് എൻ്റെ വൈഫിനൊന്ന് വിളിപ്പിച്ചിട്ടേ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഡെലിവറി ആയിട്ടൊന്നും ചോദിക്കാൻ പറഞ്ഞ് വിളിക്കാൻ പറയാം. ഞങ്ങൾ നമ്മൾ ചെറിയൊരു കശവിശ ഉണ്ടാക്കി, അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പൈസ ചോദിച്ച് വരുമല്ലോ. ഒന്ന് വിളിക്കാൻ പറയാമോ? ഓക്കെ, ശരി. ഹലോ, മഞ്ജു മാഡം അല്ലേ? അതേലോ മാഡം, ഫ്ലിപ്കാർട്ടിലൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട്. അത് ഇന്ന് ഡെലിവറി ഉണ്ടാവും കേട്ടോ മാഡം. ഓക്കെ. എവിടെയാ നിൽക്കുന്നത്? എവിടെയാ? ഞാനിപ്പോൾ പട്ടിമറ്റത്താ. ആണോ? ഓക്കെ, ഇവിടെ വരുമ്പോൾ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ശരി. എന്ത് ചെയ്യും? കാണുന്നില്ലല്ലോ. ചെറുപ്പം വിളിച്ചില്ലോ. വന്നുണ്ട്. നിന്നോട് ഞാൻ എപ്പോഴാണ് ചായ വെച്ചത്? എന്നിട്ട് അപ്പോൾ ഇത്ര നേരം മുഖം വീർത്ത് നടന്നോ? ഇപ്പോൾ വഴക്കൊക്കെ മാറിയോ? എനിക്കത്ര വിശ്വാസം പോരാ. അങ്ങനെ പറയാൻ വഴിയില്ല. എന്തോ കാര്യം സാധിക്കാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ പറയാൻ വഴക്കുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് മിണ്ടാൻ പറ്റില്ല. ഒന്നും കലക്കിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ചായ തന്നെയാണ്. ഭയങ്കര വെയിലാണ്. വെയിലില്ലല്ലോ. വെയിലുണ്ട്. എന്തായാലും സംഗതി ഏറ്റു. കാര്യം അവതരിപ്പിച്ചില്ലല്ലോ. അത്ര ചൂടൊന്നുമില്ല. എൻ്റെ ദൈവമേ, എന്തൊരു സ്നേഹം. എപ്പോഴും എങ്ങനെയായിരുന്നു? എവിടുത്തെ? ചാച്ചന്റെ മക്കളുടെ കല്യാണം. മറന്നുപോയോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ?
ഉവ്വ. അതിന്ന് വരുമെന്ന് പറഞ്ഞേ. ആ അങ്ങനെ പറ. ഇതല്ല സ്നേഹം കാണിച്ച് കൂടെ പഠിപ്പ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? എനിക്കറിയാമല്ലോ. 500 എൻ്റെ ഒന്നുമില്ല. അവരവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മേടിക്കാം. അപ്പം പൈസ ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തേക്കും. അപ്പൊ മിനിഞ്ഞാന്ന് നമ്മൾ രണ്ടും കൂടെ അല്ലേ അവിടെ കിടന്നത് ഓർഡർ ചെയ്ത്? അന്നേരം ഏട്ടൻ പറഞ്ഞില്ലല്ലോ. അന്നേരം നീ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നീ എന്നോട് വാശിയിലല്ലേ? വാശിയില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു വാശിയില്ലെന്ന്. ഉണ്ട്. വാശിയില്ലെന്ന്. ഞാൻ ഈ പരക്ക് പറ്റുന്നറിഞ്ഞ എന്നോട് എത്ര പ്രാവശ്യം ഞാൻ ചായ വയ്ക്കും. ഇപ്പൊ ചായ തന്നല്ലോ ഞാൻ. എപ്പോഴല്ലേ വാശി കാണിച്ച് നടക്കുമ്പോൾ ഓർമ്മ. ഏട്ടൻ നല്ല പച്ച. നാളെ കല്യാണത്തിന് ഞാൻ കൂടെ വരണ്ടേ? കല്യാണത്തിന് നീ വന്നില്ലാതെ ഓർത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഏട്ടായി ഞാൻ വരണ്ട കല്യാണത്തിന്. ആ പൈസയൊക്കെ തരാം. കോംപ്രമൈസ് ആവാണ് പൈസ. കോംപ്രമൈസോ? ആ കോംപ്രമൈസിന് തരണ്ടേ? ശരിയാ. ഇരിക്കടാ. ശരിയാ. സമ്മതിച്ചു. വാ വാ.